അവസാനം രാഹുൽ ഗാന്ധി വരച്ച വരയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും എത്തി നിൽക്കുകയാണ്. രാഹുലിനെ പൂട്ടാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ഒന്നും അങ്ങ് ഒത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഒന്നുണ്ട് കാര്യം, രാഹുൽ നിലച്ചെടുത്ത വണ്ടി നിന്നു എന്നതാണ്. രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു ചെയ്യുന്നു എന്ന് നോക്കി നിന്ന് കേസ് കൊടുക്കാനും ഹർജി കൊടുക്കാനും BJP ശിങ്കടികൾക്ക് ധൃതിയാണ്. പക്ഷെ ഓരോ തവണ കേസുമായിട്ട് കോടതി വരാന്തയിൽ കയറി ഇറങ്ങുക എന്നല്ലാതെ മറ്റു ഗുണമില്ല എന്നതാനും. ഇപ്പോഴിതാ ഇന്ത്യൻ സൈനികർക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തി എന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് BJPക്ക് എതിർഗോൾ അടിച്ചിരിക്കുകയാണ് കോടതി. 2022 ഭാരത് ജോഡോ യാത്രയ്ക്കിടെ സൈനികർക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തി എന്നതാണ് കേസ്. ആ കേസിലാണ് ഇപ്പോൾ കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. ലക്നൗ കോടതിയാണ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം നൽകിയത്. കോടതിയിൽ ഹാജരായ രാഹുൽ ഗാന്ധി ജാമ്യാപേക്ഷയും ആൾ ജാമ്യം നൽകിയതിനെ തുടർന്നാണ് ജാമ്യം ലഭിച്ചതും. നേരത്തെ നടന്ന 5 ഹിയറിംഗുകളിൽ അദ്ദേഹം ഹാജരായിരുന്നില്ല. ബോർഡർ റോഡ്സ് റിട്ടേൺസ് ഡയറക്ടറായ ഉദയ് ശങ്കറാണ് രാഹുൽ ഗാന്ധിക്കെതിരായ മാനനഷ്ട കേസ് നൽകിയത്. അരുണാചൽ പ്രദേശിന്റെ അതിർത്തിയിൽ ചൈനീസ് സൈന്യം ഇന്ത്യൻ സൈനികരെ മർദ്ദിക്കുകയാണ് എന്ന ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞു എന്നതാണ് പരാതി. 2022 ഡിസംബർ 16 രാഹുൽ ഗാന്ധി നടത്തിയ ഈ പരാമർശം അവഹേളിക്കുന്ന രീതിയിലാണ് എന്നതാണ് കേസ്. ഓഗസ്റ്റ് 13 കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ മുട്ടുമടക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നമ്മൾ കണ്ടു. വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തി ബീഹാർ മുതൽ അങ്ങോട്ടെല്ലാം കൈപ്പിടിയിലാക്കാമെന്ന ധാരണയ്ക്ക് മുകളിൽ രാഹുൽ ഗാന്ധി എടുത്തുവെച്ച വലങ്കാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടനെഞ്ചിൽ തന്നെ കൊണ്ടു. വോട്ടർ പട്ടിക പരിശോധിക്കാനായി സ്പെഷ്യൽ ഇൻസ്റ്റീവ് റിവിഷൻ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനു ചുറ്റും ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക, വോട്ടർ പട്ടികയുടെ വിവാദമായ സംഗ്രഹ ഇൻസ്റ്റീവ് റിവിഷൻ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ രാഹുൽ ഗാന്ധി തുടങ്ങിയ ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ താറുമാറാക്കി. അവസാനം കളത്തിലേക്ക് സുപ്രീം കോടതി ഇറങ്ങിയതോടെയാണ് നീണ്ട നിര പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയവുവരുത്താൻ തുടങ്ങിയത്. ബീഹാർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബീഹാറിൽ നിലവിലുള്ള 2.93 കോടി വോട്ടർമാരോട് പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ ആവശ്യപ്പെട്ടതിനെ എതിർക്കുന്നവരോടുള്ള ചോദ്യവുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരുന്നു. അത് രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചായിരുന്നു. ഭരണഘടനയുടെ 326 അനുച്ഛേദം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നായിരുന്നു ആ ചോദ്യം. പക്ഷെ ആ ചോദ്യത്തിന് മറുപടിയുമായി എത്തിയത് സുപ്രീം കോടതിയായിരുന്നു. നിങ്ങളുടെ കയ്യിൽ രേഖകളില്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യേണ്ട എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടിന് നേരെ സുപ്രീം കോടതി ചാടി വീഴപ്പോൾ അവർ ഒന്ന് അയഞ്ഞു. എന്നാൽ പൂർണ്ണമായിട്ടും കടുംപിടുത്തത്തിൽ നിന്നും അവർ വിടാൻ തയ്യാറായിട്ടില്ല താനും. അങ്ങനെ വരുമ്പോൾ കളത്തിലേക്ക് നേരിട്ടൊരു എൻട്രി രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന സ്പെഷ്യൽ ഇൻസ്റ്റീവ് റിവിഷനെതിരെ പ്രതിഷേധവുമായിട്ട് ഇന്ത്യ സഖ്യം തന്നെ ഇറങ്ങി. തങ്ങൾ പറഞ്ഞ 11 രേഖകളില്ലാതെ വോട്ടർ പട്ടിക പരിശോധിക്കാമെന്നും രേഖകൾ സമർപ്പിക്കാത്തവർ വോട്ടറാണോ എന്ന് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ തീരുമാനിക്കുമെന്നും ബീഹാറിൽ പത്രപരസ്യം നൽകിക്കൊണ്ടാണ് അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധി നെഞ്ചുമിരിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുട്ടുവിറച്ചത്. ഇനി തെളിയാൻ പല സത്യങ്ങളും ബാക്കിയുണ്ട്. മഹാരാഷ്ട്രയിലും ബീഹാറിലും ചെയ്തു കൂട്ടിയതെല്ലാം പുറന്തോണ്ടി പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന ശബ്ദത്തിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത്.